ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നേന്ത്രപ്പഴം അഥവാ ഏത്തപ്പഴം ഉപയോഗിച്ചുണ്ടാക്കാവുന്ന ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ് ഇന്ന്. പഴം പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. സദ്യ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു ടേസ്റ്റി പുളിശ്ശേരിയാണിത്. ഏത്തപ്പഴം വെച്ച് മാത്രമല്ല കേട്ടോ, നല്ല പഴുത്ത മാമ്പഴം വെച്ചും ഇതുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 ഏത്തപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അധികം പഴുക്കാത്ത ഏത്തപ്പഴം വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുത്ത് കൊണ്ടുവരാം. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് പഴം കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 4 പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില, ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഒരു 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. പഴം വേവായിട്ട് വരുമ്പോഴേക്കും നമുക്കിനി പുളിശ്ശേരിയിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു അരമുറി നാളികേരം ചിരവിയത് എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ വരും. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിലേക്ക് നാളികേരം ചിരവിയത് ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ജീരകം ഉണ്ടെങ്കിൽ ജീരകം ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടെ തന്നെ ഒരു നുള്ളു ഉലുവയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇതിപ്പോൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഈ സമയം കൊണ്ട് പഴം വേവിക്കാൻ വെച്ചത് റെഡി ആയിട്ടുണ്ടാവും. പഴുത്ത പഴം ആയതുകൊണ്ട് പെട്ടെന്ന് വേവായിട്ട് വരും. ഇതിനി ഇപ്പോൾ ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന തേങ്ങാരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഇനി അരപ്പിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിപ്പോകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ അരപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഈ സമയം പഴമൊക്കെ ഒന്ന് ഉടഞ്ഞ് അതിൻ്റെ ടേസ്റ്റ് അരപ്പിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരുപാട് കട്ടിയൊന്നുമില്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. എന്നാൽ ഒരുപാട് ലൂസായി പോവുകയും ചെയ്യരുത്. ഞാനിവിടെ ഒരു 2 കപ്പ് അളവിലാണ് തൈര് ചേർത്ത് കൊടുത്തത്. ഒരുപാട് പുളിയില്ലാത്ത എന്നാൽ അത്യാവശ്യം പുളിയുള്ള തൈരാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ മധുരത്തിനായിട്ട് 1 ടീസ്പൂൺ ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. തൈര് ചേർത്തത് കൊണ്ട് ഇനി അധിക സമയമിട്ട് ചൂടാക്കേണ്ടതില്ല. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കണം. അതിനായിട്ട് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ, 4 എണ്ണത്തോളം ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇത്ര ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രുചിയുള്ള സദ്യ സ്പെഷ്യൽ പഴം പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മാമ്പഴം വെച്ചും പൈനാപ്പിൾ വെച്ചും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത്തവണ സദ്യക്ക് എല്ലാവരും പഴം പുളിശ്ശേരി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല രുചിയുള്ളൊരു പുളിശ്ശേരിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് റെസിപ്പി ഷെയർ ചെയ്തും കൊടുത്തോളൂ. അടുത്തൊരു ടേസ്റ്റി റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ. താങ്ക്